ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 5 മന്ത് അനോമലി സ്കാനിങ്ങിനെ കുറിച്ചിട്ട് പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ കുറച്ച് പേർക്കായിരിക്കും സംശയമായിരിക്കും അല്ലേ, ഈ ഒരു അനോമലി സ്കാനിങ് എടുക്കണം, അത് എത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണോ എന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് പങ്കിടുന്നത്. പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർക്കല്ലേ ഇത് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 5 മന്ത് സ്കാനിങ് നമുക്ക് എടുക്കുന്നത്, അതായത് അനോമലി സ്കാനിങ് നമുക്ക് എടുക്കുന്നത് ഏകദേശം 18 വീക്സിനും 22 വീക്സിനും ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഡോക്ടർ പറയാം. അപ്പോൾ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് 20 വീക്കിലാട്ടോ. പറഞ്ഞ ഡേറ്റിൽ തന്നെ പോയി എടുക്കാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. അപ്പോൾ നിങ്ങളാണെങ്കിലും പറഞ്ഞ ഡേറ്റ് മിസ്സാവാതെ മാക്സിമം നോക്കാൻ ശ്രമിക്കട്ടെ ഗൈസ്. അനോമലി സ്കാനിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വയറിൻ്റെ മുകളിൽ കൂടെ ചെയ്യുന്ന സ്കാനിങ് ആണ്, അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ വയറിൻ്റെ മുകളിൽ കൂടി അതേപോലെ വജിനിൻ്റെ ഉള്ളിൽ കൂടെ സ്കാൻ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ചിലവർക്കേ ചെയ്യത്തുള്ളൂ. എനിക്ക് അങ്ങനെ 2 പോലും ചെയ്തായിരുന്നു. ഏകദേശം എനിക്ക് കുട്ടിക്ക് എന്താ വേണ്ടത്, ഏകദേശം 1/4 മണിക്കൂർ ഇതിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടൈം എടുത്ത് ചെയ്യുന്ന ഒരു സ്കാനിങ് ആണ് അനോമലി സ്കാനിങ്. കാരണം എനിക്ക് മറ്റ് സ്കാനിങ്ങിനൊക്കെ അപേക്ഷിച്ച് ഈ ഒരു അനോമലി സ്കാനിങ്ങിനാണ് ഇത്രയും ടൈം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പോയി കിടന്നു, വയറൊക്കെ നന്നായി അവർ കൊച്ചിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിക്ക് കൊച്ചിൻ്റെ നേരെ പൊസിഷനല്ല, കൊച്ച് തിരിഞ്ഞാണ് കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് വായോ, നടന്നിട്ട് വായോ എന്നൊക്കെ പറഞ്ഞാൽ അവർ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നടന്നിട്ടൊക്കെ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും പേടിച്ചായിരുന്നു ഇനിയിപ്പോൾ എനിക്കും അങ്ങനെ വരുമെന്ന്. പക്ഷേ എന്തോ ദൈവം സഹായിച്ചിട്ട് നമ്മൾ പോയപ്പോൾ നമ്മുടെ കുഞ്ഞ് നല്ല ആക്റ്റീവായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അവർക്ക് സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ അടിപൊളിയായിട്ട് വയറിൻ്റെ ഉള്ളിൽ തുള്ളിച്ചാടുമായിരുന്നു തോന്നിപ്പോയി എനിക്ക്. അപ്പം അങ്ങനെയായിരുന്നു അനോമലി സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്കാനിങ് എടുക്കണോടത്ത് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുഡ് കഴിച്ചോ എന്ന് അവർ ചോദിച്ചു. കാരണം ഫുഡ് കഴിച്ചാലും അത്ര കുഞ്ഞിനെ നന്നായിട്ട് നമുക്ക് അവർക്കത് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അവർ ആ സാധനം എൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ തിരിച്ചു വെച്ച് തന്നായിരുന്നു. അപ്പോൾ കുഞ്ഞാവ് ഇങ്ങനെ ഇളകുന്നതും ഹാർട്ട് ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇടിക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്കാനിങ് എന്തായാലും മിസ്സാക്കാതെ എടുത്തോളൂ കേട്ടോ. ഇതല്ലേ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഓരോ വലിയ വലിയ സന്തോഷങ്ങൾ. അപ്പോൾ അതൊന്നും മിസ്സാക്കരുതേ. പിന്നെന്താ, നമുക്ക് സ്കാനിങ് എടുത്തപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം നോർമലൊക്കെ തന്നെ ആയിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്കാനിങ്ങിൽ എടുക്കും കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലാസിൻ്റെ പൊസിഷൻ, അതേപോലെ അംബ്ലിക്കൽ കോഡ്, ഇതെല്ലാം നല്ല ക്ലിയറായി അവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ സെർവിക്കൽ ലെങ്ത് അതൊക്കെ ഇതിലൂടെ അവർക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെന്താ, അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഒരുപാട് ടെൻഷൻ ഒന്നും വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ പോയി സ്കാനിങ് എടുക്കാൻ നോക്കണ്ട. നമ്മൾ ടെൻഷനൊക്കെ വിട്ട് റിലാക്സ് ആവാൻ നോക്കുക മാക്സിമം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കേട്ടോ. പിന്നെ നല്ല ഫുഡ്, അതായത് പുറത്തുനിന്നുള്ള ഒരുപാട് ജങ്ക്സ് ഫുഡ് ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല പോഷകസമൃദ്ധമായ ഫുഡുകൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ വെള്ളം നല്ലപോലെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നല്ലപോലെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും അത് പറഞ്ഞു തരുന്നത്. പിന്നെ പറ്റുന്ന പോലെയൊക്കെ വ്യായാമങ്ങൾ ചെയ്യുക, ദിവസവും നടക്കുക കുറച്ച് നേരം, അല്ലെങ്കിൽ രാവിലെ വൈകിട്ടൊക്കെ 1/2 മണിക്കൂർ വെച്ച് നടക്കുക. ഇതൊക്കെ നല്ലത് തന്നെയാണ് നമ്മുടെ ഒരു പ്രഗ്നൻസി ജേണിയിൽ. ഇതൊക്കെ നല്ല ഒരുപാട് വയറൊക്കെ താങ്ങി പിടിച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ സ്കാൻ റിപ്പോർട്ട് വന്നിട്ട് കേട്ടോ. ഇതേ എല്ലാ കാര്യങ്ങളും ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് സ്കാനിങ് അതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തലയും ഓരോ ഭാഗങ്ങളാട്ടോ ഇത് കാണിച്ചിട്ടുള്ളത്. അതൊക്കെ ഇതിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കും. പിന്നെ അതേ കുഞ്ഞവിടെ കറക്റ്റ് ഒരു ഇത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ നോക്ക് കേട്ടോ. ഇതാണ് ആ സ്കാനിങ്. എന്തായാലും നിങ്ങൾ മിസ്സാക്കാതെ ഈ സ്കാനിങ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അതേപോലെ ഡോക്ടർ തരുന്ന മെഡിസിൻസൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇനി ഈ സ്കാനിങ് എടുക്കുമ്പോൾ തന്നെ കൊച്ചിന് വേറെ എന്തെങ്കിലും വരാതിരിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോക്ടർ അത് പറയുകയും അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനും കൂടി തരികയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു സ്കാനിങ് മിസ്സാക്കാതെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമല്ലേ ഡോക്ടർ തരുന്ന ആ ഒരു മരുന്നൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രോബ്ലം ആണോ ഉണ്ടെങ്കിൽ
അത് പെട്ടെന്ന് മാറുള്ളൂ. അതുകൊണ്ട് ഈ സ്കാനിങ് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. വിളിക്കരുത്. ഹലോ ഗൈസ്, ഫോൺ വന്നതാട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു മുതുക്കി കൂട്ടുകാർ വിളിച്ചതാണ്. പിന്നെ ഇതിൽ അമ്നോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ നോർമൽ ആണെന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നാ FHR 168 BPM എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫീറ്റൽ മൂവ്മെൻറ്റ്സ് എല്ലാം വിഷ്വൽഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്ലാസിൻ്റെ വന്നിട്ട് നമുക്ക് പോസ്റ്റീരിയർ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അംബ്രിക്കൽ കോഡ് 3 സെൽ കോഡ്. ഓക്കെ, BPD 49.7 mm എന്ന് കൊടുത്തിട്ടുണ്ട്. HC വന്നിട്ട് 174.6 mm കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ AC എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ഫുൾ സ്ക്രീനിങ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഇതിൽ സെർവിക്കൽ ലെങ്ത് വന്നിട്ട് 4.8 സെൻറ്റിമീറ്റർ കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. 5 month ആയിട്ടിരിക്കുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനത്തെ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തോളൂ. അതേപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വിടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി വീണ്ടും വരും ഞാൻ. അതുവരെയും ബൈ, ടാറ്റ.